ചെമ്പനിപ്പ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധി രാവിലെ തന്നെ ഹാളിലുള്ള ഡ്രോയറിനകത്ത് എന്തോ പേപ്പർ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ഹാളിൽ കട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടല്ലോ, ആ കട്ടിലേല് കാല് മുട്ടുവാണ്. അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവിയിട്ട് അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ചന്ദ്ര വന്നിട്ട് എന്താടാ പറ്റിയെന്ന് ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും കട്ടിലിന്റെ കാലിന്റെ മേലെ എന്റെ കാലിടിച്ചു. കട്ടിൽ ഇവിടെയുള്ള ഓർമ്മയില്ലായിരുന്നു അമ്മേ, ഞാൻ നടന്നു വന്നപ്പോ തട്ടിപ്പോയതാണ്. കട്ടിൽ കൊണ്ടിട്ടൊരു സ്ഥലം കണ്ടില്ലേ നടു ഹോളെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗിക്കൊണ്ട് ഇങ്ങനെ അയ്യോ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് ബാമ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇതുകൊണ്ടാ പറഞ്ഞത് കണ്ട സാധനങ്ങളൊന്നും വീടിന്റെ നടുക്ക് കൊണ്ടുപോയിടരുതെന്ന്. പക്ഷെ അവൻ കേട്ടില്ലല്ലോ. എന്ത് പറ്റി ചന്ദ്രനെന്ന് ചോദിച്ചിട്ട് ബാമ അപ്പോഴേക്കും അരികിലേക്ക് എത്തുന്നുണ്ട്. കട്ടിലിന്റെ കാലിന്റെ മേലെ ഇവന്റെ കാലിടിച്ചു. മുന്നത്തെ കാലിന്റെ മേലാണോ അതോ പിന്നിലെ കാലാണോ എന്ന് ചോദിക്കും. കാലിന് മുന്നും പിന്നൊക്കെ ഉണ്ടോ? കട്ടിലിന്റെ കാലിനെ കുറിച്ചിട്ടാണ് ചന്ദ്രൻ ഞാൻ ചോദിച്ചത്. ഇപ്പൊ അതാണോ പ്രധാനം? അവൻ വേദന കൊണ്ട് പൊളഞ്ഞോണ്ടിരിക്കുമ്പോ അമ്മയാണെങ്കിൽ മോന്റെ കാലിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോ ബാമ പറയുന്നുണ്ട് അങ്ങനെ കട്ടിലൊന്നും നമ്മുടെ കാല് പോയിട്ട് ഇടിക്കാൻ വേണ്ടി പാടില്ല എന്ന്. അത് കേട്ട ഉടനെ രണ്ടുപേരും എന്തെങ്കിലും ചീത്തത് സംഭവിക്കാൻ വേണ്ടി പോവോ, എന്തെങ്കിലും ശകുനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ ഓൾറെഡി ജോത്സ്യൻ എനിക്ക് എന്തോ ചീത്ത സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ കാലാണെന്നുണ്ടെങ്കിൽ കട്ടിലേൽ ഒടിച്ചു. ഇനി എന്തായാലും പോയിട്ട് ജോത്സ്യനെ കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് എടിപിടിന്ന് പോകുമ്പോഴേക്കും എടാ നിക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പിടിച്ചു നിർത്തുവാണ്. കാല് കട്ടിലേൽ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറെയാണ് കാണുന്നത്, അല്ലാതെ ജോത്സ്യനെ അല്ല. അല്ല അമ്മേ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നുള്ള കാര്യം ജോത്സ്യന്റെ അടുത്ത് പോയാലല്ലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ആന്റിക്ക് അറിയുന്ന ഏതെങ്കിലും ജോത്സ്യൻ ഉണ്ടോ എന്ന് ചോദിക്കാണേ. സുധി നീ ഒന്ന് അടങ്ങി അവിടെ എങ്ങാനും ഇരിക്കും. എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? നീയല്ലേ പാമ്മയെ പറഞ്ഞത് കട്ടിലിൽ കാലടിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം? അതെ ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. കട്ടിലിൽ കാലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേദനിക്കില്ലേ? നീ ഞങ്ങളെ ഇത്രയും ഭയപ്പെടുത്തിയത് ആന്റി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. എന്റെ വേദന ആന്റിക്ക് തമാശയായിട്ടാണല്ലേ തോന്നുന്നത്? അല്ലെങ്കിലും അമ്മയ്ക്കും മോനും മുഴുവനും കേൾക്കാനുള്ള സമയമില്ലല്ലോ. ചന്ദ്രേ ഈ കാര്യങ്ങളൊന്നും ഒരു വീട്ടിലും നടക്കാത്തതാണ് കേട്ടോ. എന്ത് കാലിലടി കൊള്ളുന്നതാണോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ അല്ല, ഹോളിൽ ആരെങ്കിലും കട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടുവോ? ഞാൻ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലെങ്കിലും ഞങ്ങളിത് വേണമെന്ന് വെച്ചിട്ട് കൊണ്ടുപോയിട്ടതാണോ? എല്ലാം ആ സച്ചിയുടെ പണിയാണ്. രേവതി രേവതി എന്ന് വിളിക്കുമ്പോഴേക്കും സച്ചിൻ പുറകെ തന്നെ വരുന്നുണ്ട്. രേവതി എന്താ അമ്മയെന്ന് വന്ന് ചോദിക്കും. നിനക്ക് ബുദ്ധി ഉണ്ടോന്ന് ചോദിക്കാണേ. രേവതി നിന്റെ അടുത്ത് ബുദ്ധി ഉണ്ടോന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ? അവർക്ക് ഇച്ചിരി കുറവാണ്, നീ അത് എടുത്ത് കുറച്ച് കൊടുത്തേക്ക്. അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഇടായിരുന്നോ? അതമ്മേ സൈഡിലല്ലേ ഉള്ളത്. ആ കട്ടില് ഈ വീടിന്റെ ഭംഗി തന്നെ നശിപ്പിക്കുകയാണ്. ബാമ വരെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. എന്താ ആന്റി? സച്ചിയുടെ ചോദ്യം കേൾക്കുമ്പോഴേക്കും അയ്യോ സച്ചി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചുമ്മാ സാധാരണ പോലെ ചോദിച്ചെന്നേ ഉള്ളൂ എന്താ കട്ടിൽ ഇവിടെ ഇട്ടേ എന്ന്. അല്ല ആന്റി ഇപ്പോ ആ കട്ടില് കാരണം ആർക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉണ്ടായത്? ഇത് കേട്ട ഉടനെ സുധിയുടെ കാലിടിച്ചു എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? കട്ടിലിന്റെ കാല് അവന്റെ കാലിന് പോയി ഇടിച്ചു എന്നാണോ? ഈ ഓടിപ്പോയവൻ അങ്ങോട്ട് ചെന്ന് ഇടിച്ചതായിരിക്കും. കൂടുതൽ ആരും ഒന്നും സംസാരിക്കണ്ട, ഈ വഴി ആർക്കും നടക്കണ്ടേ, ഈ സാധനം എടുത്തിട്ട് പുറത്തു കൊണ്ട് കള എന്ന് ചന്ദ്രമതി പറയുമ്പോ ആരെ ഇവനെയാണോ? സുധിയേയും ചന്ദ്രമതിയും ദേഷ്യം പിടിപ്പിക്കാനാണ് സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ബാമ സച്ചി കട്ടിലിനെ കുറിച്ചിട്ടാണടാ പറയുന്നത്. കട്ടിലമ്മേ ഞങ്ങള് മുകളില് റൂം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ട് മാറ്റുന്ന ചന്ദ്ര പറയുമ്പോ മുകളില് റൂം കെട്ടും, കൊറേ കിഴിച്ചതാണ്, അത് ഞങ്ങള് ഉടനെ തന്നെ കെട്ടുന്ന ചന്ദ്രയുടെ അടുത്ത് വീണ്ടും രേവതി പറയുമ്പോ എപ്പോഴാ കെട്ടാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ഞാനും കാണാൻ പോവാണല്ലോ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കല്ല് സിമന്റ് വാതിലിന് വേണ്ടിയിട്ട് മരം ഇതെല്ലാം വെച്ചിട്ടാണ് കെട്ടുക. എന്താ നിങ്ങൾ ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ലേന്ന് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഞാനിവിടെ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നതെന്ന് സ്തുതി ചോദിക്കുമ്പോ നീ വേദന കൊണ്ട് പൊളയാണോ അഭിനയിക്കുകയാണോ എന്നുള്ള കാര്യം ആർക്കും അറിയാം. കട്ടിലേല് കാലടിച്ചാലേ നിനക്ക് അതിന്റെ വേദന എന്താന്നുള്ള കാര്യം അറിയൂന്ന് സുധി തിരിച്ച് സച്ചിയുടെ അടുത്ത് പറയുമ്പോ അല്ല നിന്റെ രണ്ട് കണ്ണെന്താ നീ റൂമിൽ ഊരി വെച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? കട്ടിലാകുന്ന സമയത്ത് റൂമിൽ വെക്കണം, ഇതുവഴി ആൾക്കാർക്ക് നടക്കണ്ടേ? ഓ ആണല്ലേ, നിന്റെ ഏത് കാലാടാ വേദനിക്കുന്നത്? ഇതാ എന്നും പറഞ്ഞുകൊണ്ട് ഇടതുകാല് പൊക്കി കാണിച്ചു കൊടുക്കുവാണ്. ഇടതുകാല് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് സച്ചി ആണെന്നുണ്ടെങ്കിൽ വലതുകാലിലിട്ടിട്ട് ഒരു ചവിട്ട് കൊടുക്കുവാണ്. സച്ചി അങ്ങനെ ചെയ്യുമ്പോഴേക്ക് രേവതി പിടിച്ചു മാറ്റുന്നുണ്ട്. ബാമയാണെന്നുണ്ടെങ്കിൽ സച്ചി നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ ഒരു കാലിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സച്ചി നീ അവന്റെ മറ്റേ കാലം കൂടി വേദനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്? നിനക്കെന്താ പ്രാന്തായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഒരു വൈദ്യം ചെയ്തതാണ്. അതെന്ത് വൈദ്യാന്ന് ബാമ ചോദിക്കുമ്പോ ഒരു കാല് വേദനിക്കുന്ന സമയത്ത് മറ്റേ കാലിൽ ചവിട്ടി കഴിഞ്ഞാൽ ആ കാലം വേദനിക്കുമല്ലോ, അപ്പോ വേദന സമാസമാവുമല്ലോ. നീ അവനോടുള്ള അസൂയന്റെ പുറത്തല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇനി ഒരു നിമിഷം പോലും ഈ കട്ടിൽ ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഞാൻ വാതിൽക്കലേക്ക് ഇട്ടാലോ? ഈ ഹാളിൽ അത് ഇവിടെ വെക്കാൻ വേണ്ടി പാടില്ല. ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതെടുത്തിട്ട് ഡൈനിങ് ഹാളിൽ അവിടേക്ക് ഇടാം. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോ ചന്ദ്രേ സച്ചി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും, നീ അത് വിട്ടേക്ക്. റൂം കെട്ടുന്നത് വരെ ചന്ദ്രേ അത് അവിടെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്.
ബാമ പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ചന്ദ്ര കൂടുതലായിട്ടൊന്നും പറയുന്നില്ലേ. രേവതി ആണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ അത് എടുത്തിട്ട് മാറ്റും, റൂം കെട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അല്ലെങ്കിലും ഇപ്പൊ രേവതി അത് ആർക്കും ഒരു ശല്യമല്ല. ഇവന് മര്യാദയ്ക്ക് നോക്കി നടക്കാൻ അറിയില്ല, കണ്ണ് വേറെ എങ്ങോട്ടോ വെച്ചിട്ടാണ് നടക്കുന്നത്. അതെല്ലാം വിട്ടേക്ക്, നമ്മുടെ കട്ടിൽ എന്തായാലും ഇവിടെ തന്നെ നിൽക്കും, നീ പോയിട്ട് കോഫി എടുത്തിട്ട് വാ. അങ്ങനെ രേവതി ചായ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സച്ചി അവിടെ നൈസായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ചന്ദ്ര ചോദിക്കുന്നത് ഇനി എല്ലാം ഞാനും ഒടിഞ്ഞു കാണുമോ എന്ന്. അത് ചെറിയൊരു തട്ട് മാത്രമല്ലേ ചന്ദ്രയുള്ളത്. ഓ, മോന്റെ വേദന കണ്ട് സഹിക്കാൻ പറ്റാതെ ചന്ദ്ര ഇങ്ങനെ പറയാണ് കേട്ടോ. ഒന്നുമില്ലടാ, എല്ലാം ശരിയായിക്കോളൂ എന്ന്. ഇത് കണ്ട് സച്ചിയാണെങ്കിൽ പോയടന്ന് തിരികെ വീണ്ടും വരുവാണ്. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചായന്റെ ഗ്ലാസ് മേടിച്ചിട്ട് രേവതി, നമ്മുടെ കട്ടിലിന് വല്ലാതെ കണ്ണ് പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും വെച്ചിട്ട് മറയ്ക്കണം. അതെ, ഞാനും അത് വിചാരിക്കുന്നുണ്ട്. ഭയങ്കര കൊതുകടി എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോ കൊതുകുണ്ട്, ഒരു കൊതുവല്ല 2 കൊതുവാണ്, ഒന്ന് വലിയ കൊതും ഒന്ന് കുഞ്ഞു കൊതും. ചെവിയുടെ അവിടെ വന്നിട്ട് മൂളിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ അടി വീഴുന്നുള്ള കാര്യം ഓർത്താ നല്ലതെന്നൊക്കെ സച്ചി ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കും കൊള്ളുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. ഇത് കേട്ട ബാമ, ചന്ദ്ര നിന്നെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഇനി അടുത്ത് എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം, നീ വാ എന്ന് പറഞ്ഞിട്ട് ബാമ അവിടെ എണീറ്റ് പോവാണ്. അമ്മ അതിന്റെ പുറകെ എണീറ്റ് പോകുമ്പോഴേക്കും അമ്മേ കാല് വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രുതി, എടാ പതിയെ എഴുന്നേറ്റ് റൂമിൽ പോടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാണ്. ശ്രുതി നടന്നു പോകുന്നത് കണ്ടിട്ട് രേവതി, നീ നോക്ക്, അവൻ നടന്നു പോകുന്നത് കണ്ടിട്ട് നമ്മുടെ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കറുത്ത തൊപ്പിയൊക്കെ വെച്ചിട്ട് താടിയൊക്കെ ഉള്ള ഒരാളില്ലേ, ചാർലി ചാപ്ലിൻ എന്ന് രേവതി പറയുമ്പോ അതുപോലെയല്ലേ കാണാന്. സച്ചേട്ടനൊന്ന് ചുമ്മാതിരുന്നേ. തുടർന്ന് രേവതി പൂക്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പൂക്കച്ചവടം നടത്തുന്ന ചേച്ചിമാരെല്ലാവരും കാണുമ്പോ അവിടെ വണ്ടി നിർത്തുന്നുണ്ട്. രേവതി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തപ്പോ എല്ലാം ശരിയായി. ചേച്ചി എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അല്ല, രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിയുടെ ദേഷ്യം പോകുന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സംഭവിച്ചില്ലേ. സച്ചിയുടെ ദേഷ്യമൊക്കെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോ സച്ചിന്റെ ദേഷ്യമൊക്കെ പോയി, അത് സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടല്ല, സച്ചേട്ടൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം സച്ചേട്ടന് അതിനു മുമ്പ് തന്നെ തോന്നി. നീ ചുമ്മാ കള്ളം പറയേണ്ട രേവതി. അതെന്തിനാ ചേച്ചി കള്ളം പറയുന്നത്? ചേച്ചി, ഞാൻ ഉണ്ടാക്കിയ കറി കഴിക്കുന്നതിന് മുമ്പ് തന്നെ സച്ചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് സംസാരിച്ചു. അതുമാത്രമല്ല, എനിക്ക് ഹൽവയൊക്കെ മേടിച്ചിട്ടാണെന്ന് വന്നത്. രേവതി, നീ പറയുന്ന കാര്യമൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോ ചേച്ചി, ഈ പൂവാണേ സത്യം. അല്ല, ഇത് വല്ലാത്തൊരു അതിശയം തന്നെയാണല്ലോ. പൊതുവെ ഭർത്താക്കന്മാർക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതൊന്ന് മാറിക്കെട്ടാൻ വേണ്ടിയിട്ട് പെടാപാടുപെടണം. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് മനസ്സ് മാറി വന്ന് സംസാരിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. സച്ചേട്ടന് ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അറിയില്ല, അതുപോലെ തന്നെയാണ് സ്നേഹവും. എന്തായാലും രേവതി, നീ ഭയങ്കര ഭാഗ്യവതിയാണ്. നിനക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ. പ്രശ്നം ഉണ്ടായിട്ട് തനിയെ വന്നിട്ട് സമാധാനപ്പെടുത്തുന്ന ഒരാളെ നിനക്ക് മാത്രമേ കിട്ടിയുള്ളൂ, ഞങ്ങൾക്കാർക്കും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വിഷമിക്കുന്നുണ്ട്. ചുമ്മാ നീ അവനെ കണ്ണു വെക്കാതെ. രേവതി, നീ ആദ്യം പോയിട്ട് സച്ചിക്ക് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ദൃഷ്ടിശുദ്ധി വരുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അവര് സംസാരിക്കുന്നതിനിടയ്ക്ക് രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കുന്നുണ്ട്. എന്താ ദേവു വിളിച്ചെന്ന് ചോദിച്ചിട്ട് ഫോൺ എടുക്കുവാണ് രേവതി. ചേച്ചി, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വാ. എന്തു പറ്റി, അമ്മയ്ക്ക് വല്ല സുഖമില്ലായ്മയുണ്ടോ? നീ അമ്മയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോ ചേച്ചി, അങ്ങനെയൊന്നുമില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാ വരാൻ വേണ്ടി പറഞ്ഞത്. കാര്യം വീണ്ടും രേവതി അന്വേഷിക്കുമ്പോ കാര്യമെല്ലാം നല്ലത് തന്നെയാണ്. ചേച്ചി, ഒരു 5 മുളം മുല്ലപ്പൂവായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞ് രേവതി ഫോൺ വെക്കാണ്. രേവതി പൂവൊക്കെ എടുത്തിട്ട് ദേവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പെട്ടെന്ന് പൂവെടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? ഇവിടെ വല്ല ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും ആഘോഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് വേണ്ടിയിട്ട് ചേച്ചി, ഞാൻ 5 മുളം മുല്ലപ്പൂ എടുത്തിട്ടാണോ വരാൻ വേണ്ടി പറയും. അത് വേറെ. എന്നാ ചേച്ചി ദിവസവും ഇവിടെ ഒരു 10 മുളം പൂവോളം ഇവിടെ കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള പൂ എടുത്ത് വരണം എന്ന് പറയാണ്. എന്റെ മാനേജർ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ പൂ കിട്ടുന്നില്ലേ, അതുകൊണ്ട് ദിവസവും പൂ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ഓർഡർ അമ്മയ്ക്ക് കൊടുത്തുവിടായിരുന്നു. അതാകുമ്പോ അമ്മയ്ക്ക് ഡെയിലി ഒരു ഓർഡർ കിട്ടുമല്ലോ. ചേച്ചി, അമ്മയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ദിവസം പൂ കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് എന്നും പൂ കെട്ടി കൊണ്ടുവരാൻ വേണ്ടി പറ്റണമെന്നില്ലല്ലോ. ചേച്ചി ആവുന്ന സമയത്ത് വണ്ടിയിൽ ദിവസവും പൂവ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമല്ലോ. അതാണ് ഞാൻ ചേച്ചിയുടെ പേര് പറഞ്ഞത്. എന്തായാലും ശരി, നീ പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിനക്ക് ജോലി കിട്ടി. ഇപ്പോ നീ കാരണം എനിക്കും ജോലി കിട്ടി. ഡെയിലി എത്ര പൂ കൊണ്ടുവരണം, പിന്നെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊക്കെ വലിയ വലിയ ഓർഡർ ഒക്കെ കിട്ടും. എല്ലാം ചേച്ചിക്ക് തന്നെ ഞാൻ മേടിച്ചു തരും. ആഹാ, നീ കൊള്ളാം, നീ എനിക്ക് ഓർഡർ മേടിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള വലിയ ആളായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. ചേച്ചി എന്താ എന്നെ കളിയാക്കണോ എന്ന് ചോദിക്കും. അല്ല,
ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞതാണെടി. എന്തായാലും നിനക്ക് നല്ലൊരു ജോലിയായി. ഇതുപോലെ തന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ശരത്തിന് നല്ലൊരു ജോലിയാകും. രണ്ടുപേരും ജോലിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടങ്ങളെല്ലാം കുറയും. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. അതുമാത്രമല്ല, ഇനി അടുത്തതായിട്ട് നിന്റെ കല്യാണമാണ്. എന്തായാലും ചേച്ചി ഇപ്പൊ കല്യാണമൊന്നും വേണ്ട. ആദ്യം എന്റെ ജോലി പെർമനന്റ് ആവട്ടെ. പിന്നെ ഒരു കാര്യം ചേച്ചി സ്ഥിരമായിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്ന ആ പണം ഉണ്ടല്ലോ, ഇനി കൊടുക്കണ്ട. അതെന്താ ദേവു നീ അങ്ങനെ പറഞ്ഞത്? വേറൊന്നും കൊണ്ടല്ല ചേച്ചി, ഒരുപാട് നാളായിട്ട് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ചേച്ചി ഒരാൾ കാരണം മാത്രമാണ്. ഇനിയും ചേച്ചി കുടുംബഭാരം ചുമക്കണ്ട. നിങ്ങളൊക്കെ എനിക്കൊരു ഭാരമാണോടെ എന്നുള്ള കാര്യം രേവതി ചോദിക്കും. അതുകൊണ്ടല്ല ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പഠിപ്പ് വരെ വിട്ട് ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. ചേച്ചി ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇനി ചേച്ചിയുടെ കാര്യം നോക്ക്. എന്റെ പഠിപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്ന പണങ്ങളെല്ലാം ഞാൻ തന്നെ വീട്ടിക്കോളാം. അതെങ്ങനെ ദേവു നിനക്ക് എല്ലാം കൂടി ഒരുമിച്ച് നോക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചേച്ചി ഞാൻ നോക്കിക്കോളാം. ചേച്ചി സച്ചേട്ടനും കൂടി ചേർന്നിട്ട് റൂം കെട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കില്ലേ, അതിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഇനി നോക്കിക്കോളാം. നീ ഇത്രയും ഉത്തരവാദിത്തത്തോടു കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദേവു. ഇപ്പോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഓർത്തിട്ട് അച്ഛൻ ഒരുപാട് സന്തോഷിച്ചേനെ. അച്ഛൻ ഒരിക്കലും നമ്മളെ വിട്ടു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചേച്ചി. ചേച്ചിയെ കാണുമ്പോഴൊക്കെ അച്ഛൻ നമ്മുടെ കൂടെ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കേട്ട് രേവതിയും അതുപോലെ തന്നെ ദേവുവും സങ്കടപ്പെടുന്നുണ്ട്. ചേച്ചിനെ ഞാൻ വെറുതെ കരയിപ്പിച്ചു. ചേച്ചി വാ നമുക്ക് കാഷ്യറിനെ കണ്ടിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് രേവതിയും കൂട്ടിയിട്ട് കാഷ്യറിന്റെ അരികിലേക്ക് പോവാണ് ദേവു. അവരങ്ങോട്ട് പോകുന്ന സമയത്താണ് ശ്രുതി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. റിസപ്ഷനിൽ ചെന്നിട്ട് ഇന്ന് ഡോക്ടർ ദേവിക കേട്ടിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യമാണ് ശ്രുതിയുടെ അടുത്ത് പറയുന്നത്. അത് കേട്ട് ശ്രുതി അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യണേ. സംസാരിച്ചിട്ട് രേവതിയും അതുപോലെ ദേവും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. പൂ കൊണ്ടുവരുന്ന ദിവസങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞില്ല ചേച്ചി, ആ ദിവസം തന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുമ്പോൾ അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ജോലിയുടെ ഭാരത്തിന് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത്, നേരത്തിന് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചേച്ചി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവര് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശ്രുതി അവിടെ ഇരിക്കുന്നത് കാണുവാണ്. അത് കണ്ട ദേവു ഇത് നോക്കി ചേച്ചി ആരാ അവിടെ ഇരിക്കുന്നതെന്ന് രേവതിയും കാണുന്നുണ്ട്. ശ്രുതി അവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെ എന്തെങ്കിലും ചെക്കപ്പിന് വേണ്ടി വന്നതായിരിക്കും രേവതി ദേവുവിന്റെ അടുത്ത് പറയുമ്പോൾ ചേച്ചി കൺസീവ് ആയിരിക്കും. നീ ഒന്ന് ചുമ്മാതിരിക്കടി. ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അവരുടെ വായിലിരിക്കുന്നത് കേട്ടു. ചേച്ചി എന്തായാലും ഒന്ന് പോയിട്ട് സംസാരിച്ചു നോക്ക്. അപ്പോഴേക്ക് ശ്രുതിയുടെ അടുത്ത് ഡോക്ടർ ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഉള്ളിലേക്ക് കയറുവാണേ. എന്തായാലും ശ്രുതി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയി. ഇനി തവണ തന്നെ എന്റെ അടുത്ത് അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നും ബൗണ്ടറി താണ്ടരുത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീട്ടിൽ അവൾ അത് വലിയ പ്രശ്നമാക്കും. എന്തായാലും അവൾ എന്തിനാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നുള്ള കാര്യം ഒന്നും അറിയണല്ലോ. ഞാൻ ഒന്ന് പോയി റിസപ്ഷനിൽ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട ദേവു, എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്? അന്ന് ഓവറായിട്ട് ചേച്ചിയെ ചീത്ത വിളിച്ചു എന്നല്ലേ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് എന്താന്ന് ഞാൻ അന്വേഷിച്ചു വരാ എന്ന് പറഞ്ഞിട്ട് രേവതി കൈ പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ വിടിയിപ്പിച്ചിട്ട് നേരെ റിസപ്ഷനിലേക്ക് ചെല്ലുവാണ്. ദേവു ചോദിക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു ബില്ലിന്റെ കാര്യത്തെ കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് തരാന്നുള്ള കാര്യം പറഞ്ഞല്ലോ. വീണ്ടും നിങ്ങൾ അതിനെ കുറിച്ചിട്ട് വന്ന് ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് ചോദിക്കാനല്ല. ഇപ്പൊ പോയ പേഷ്യന്റ് ഉണ്ടല്ലോ, അവര് എന്തിനു വന്നാന്ന് ചോദിക്കുകയാണെ. ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാനല്ലാതെ പിന്നെ എന്തിനാ വരുക? അത് എനിക്കറിയാം അവരെന്തിനാണ് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ അക്കൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽ ആണോ അന്വേഷിക്കുന്നത്? അവര് എന്റെ റിലേറ്റീവ് ആണ്. അവരുടെ പേര് ശ്രുതി എന്നല്ലേ? അവരുടെ ഹസ്ബൻഡിന്റെ പേര് സുധി എന്നും. എന്താ കറക്റ്റ് അല്ലേ? അതെ കറക്റ്റ് ആണ്. അവര് എന്റെ റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചാൽ പോരെ. അവര് ചെക്കപ്പിന് വേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊന്നുമില്ല. അവര് സെക്കൻഡ് ടൈം കൺസീവ് ആവാൻ വേണ്ടി ജസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കേട്ട് ആദ്യം നോർമൽ പോലെ ഉണ്ടോ, കാരണം കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പക്ഷെ പിന്നീടാണ് ഇത് സെക്കൻഡ് പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് കേൾക്കുന്നത്. എന്താന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിക്ക് കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങളുടെ റിലേഷൻ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് അറിയില്ലേ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദേവു അവിടെ നിന്ന് പോവാണ്. ദേവു ഇതിന്റെ ടെൻഷനായിട്ടാണല്ലോ രേവതിക്ക് അരികിലേക്ക് വരുന്നത്. ദേവു എന്ത് പറ്റി, നീ എന്തിനാ ടെൻഷനാവുന്നത്? അത് ചേച്ചി ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് നമുക്ക് അറിയാലോ. അതല്ല ചേച്ചി, സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. നീ എന്താ ദേവു ഈ പറയുന്നത്? അവൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അത് തന്നെയാണ് ചേച്ചി എനിക്കും മനസ്സിലാവാത്തത്. ഒരുപക്ഷെ അവര് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അല്ല ചേച്ചി, റെക്കോർഡ്സിലുള്ള കാര്യങ്ങളാണ് അവര് പറയാ. സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടാണ് അവര് വന്നിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കുറച്ചു നേരം അവിടെ സ്തംഭിച്ച പോലെ ആളിങ്ങനെ ഇരിക്കുന്നുണ്ടേ. ചേച്ചി ഇതെങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോഴാണ്
ആ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്. എന്തായാലും ഞാൻ നഴ്സിന്റെ അടുത്ത് പോയിട്ട് കാര്യം ഒന്ന് അന്വേഷിക്കട്ടെ. വേണ്ട, ഇതിനെക്കുറിച്ച് എന്തായാലും കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി പോകണ്ട. എന്താണെന്ന് എനിക്കും അറിയില്ല. നീ എന്തായാലും ഈ കാര്യം ആരടുത്തും പറയാൻ വേണ്ടിയിട്ടൊന്നും പോകല്ലേ. ഇത് ഇങ്ങനെ തന്നെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ദേവുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. ആ ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ടിട്ട് രേവതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു ഓട്ടോനെ ഇടിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇനി എവിടെ നോക്കിയിട്ടാണ് ഓടിക്കുന്നത്? റോഡിലൊക്കെ നോക്കിയിട്ട് സൂക്ഷിച്ച് ഓടിക്കുന്നൊക്കെയാണ് കേട്ടോ അയാൾ പറയുന്നത്. സോറി ചേട്ടാ, തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ശരിക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് നമ്മുടെ രേവതിക്ക്.